ഉണ്ടാക്കാറുള്ള ഒരു പരമ്പരാഗത പ്രാതൽ വിഭവം ഉണ്ടാക്കാം. ഓണനാളുകളിലെ പൂവടയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും നിറയെ പഴം ഉണ്ടാകും. പഴം ഇങ്ങനെ കറുത്തു പോയി കഴിഞ്ഞാൽ അതിങ്ങനെ വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പഴം വെച്ചിട്ട് ഇന്ന് നമുക്ക് പൂവട ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ഈ പഴം തൊലിയെല്ലാം ഉരിഞ്ഞ് മാറ്റി നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. നല്ല പഴുത്ത പഴമായതുകൊണ്ട് പഴം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ ഈ 4 പഴം നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ആവശ്യമില്ല, പഴം മാത്രം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നല്ല ചൂടാണ്, നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. പഴം ഇതേപോലെ നന്നായി ഉടച്ചെടുക്കുക. നല്ല ചൂടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി ആയാലും ഇതേപോലെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. നേരത്തെ ഞാൻ കുഴയ്ക്കുമ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ കൂടിയ പോലെയുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴവും അരിപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ കുഴച്ച് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു തേങ്ങ ചിരകിയതും അതിലേക്ക് പഞ്ചസാര പിന്നെ ജീരകവും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വാഴ കഴുകി കീറി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ വാഴയിലയിലും നമുക്ക് അല്പം ഈ അരിപ്പൊടി കുഴച്ച് വെച്ച് വിരൽ കൊണ്ട് ഇതേപോലെ മെല്ലെ അമർത്തി പരത്തിയെടുക്കാം. അരിമാവ് ഇതുപോലെ വാഴയിലയിൽ പരത്തിയ ശേഷം നമുക്ക് ഈ തയ്യാറാക്കിയ മിക്സ് ഇതിൻ്റെ ഉള്ളിലൊരു വശത്തായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇല മടക്കി അരികുകൾ നമുക്ക് ഇതുപോലെ വിരലുകൊണ്ടൊന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ അടകൾ വേവിച്ചെടുക്കണം. ഇത് ഞാൻ
ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ആവിയിൽ വേവിക്കുന്നതിന് പകരം ചൂടായ തവയിൽ ഓരോ വശം ഇട്ട് ചുട്ടെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു കട്ടിയുള്ള പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുമിച്ച് ഒരു 5-6 അട ഇങ്ങനെ ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ദോശക്കല്ലോ വെച്ചിട്ടായാലും ചുട്ടെടുക്കാം. അട ഒരു വശം ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ട് വീണ്ടും ഇതെല്ലാം ഒന്ന് തിരിച്ചിടുന്നു. തിരിച്ചിടുമ്പോൾ കുറച്ചൊരു വെള്ളം തെളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ പഴം ചേർത്ത പൂവട തയ്യാറായി. നമുക്ക് ചൂടോടെ വിളമ്പാം. ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മ നിറഞ്ഞ 1000 പൊന്നോണാശംസകൾ.